ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ജിസ് ഗലി മേ രഹ്താ ഹൂ എന്ന മിർസ ഗാലിബിൻ്റെ ഡയറിയുടെ ഒരു ഭാഗമാണ് പഠിച്ചത്. അതിൽ ഡൽഹിയിൽ ബ്രിട്ടീഷുകാർ കടന്നു വന്നതും അവർ നിഷ്കളങ്കരായ ആളുകളെ ഉപദ്രവിച്ചതും കുറേ ആളുകൾ ജീവനും കൊണ്ടോടിയതും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകൾ, രക്ഷപ്പെട്ട് ഓടാൻ പറ്റാത്ത ബാക്കി ആളുകൾ അവരുടെ ആ തെരുവിനകത്തേക്ക് പ്രവേശിച്ചിട്ട് അതിൻ്റെ വാതിൽ ഒരു വലിയ കല്ല് വെച്ച് അടച്ചു. അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കുറച്ച് ദിവസത്തിനുള്ളിൽ തീർന്നു തുടങ്ങി. 1-2 ദിവസം ജലവും ഭക്ഷണവുമില്ലാതെ അവർ കഴിച്ചുകൂട്ടി. അവസാനം ദാഹം ശമിക്കാതായപ്പോൾ അവർ ഇതിൻ്റെ വാതിൽ തുറന്നിട്ട് പയ്യെ ഒരു പാത്രവുമായി വെള്ളമെടുക്കാനായിട്ട് പുറത്തേക്ക് പുറപ്പെട്ടു. അടുത്തും ദൂരെയും എങ്ങും വെള്ളം ഇല്ലായിരുന്നു. അവസാനം അവർക്ക് കുറച്ച് വിഷാംശം കലർന്ന കുറച്ച് വെള്ളമാണ് കിട്ടിയത്. വെടിയുപ്പ് കലർന്ന വെള്ളമാണ് കിട്ടിയത്. നിർവാഹകേടുകൊണ്ട് അവർ ആ വെള്ളം തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും കുടിക്കുകയും ചെയ്തു. തുടർന്ന് ബ്രിട്ടീഷുകാരുടെ സൈന്യം ഒരു ദിവസം മിർസ ഗാലിബിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും സേവകന്മാരെയും അയൽവാസികളെയുമൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. യാതൊരു കുറ്റവും ചെയ്യാത്ത അവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കേണൽ ബ്രൗണിൻ്റെ മുന്നിൽ ഹാജരാക്കി. ഓരോരുത്തരെയും ഹാജരാക്കിയപ്പോൾ അദ്ദേഹം അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞു. മിർസ ഗാലിബിനെ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കവിയാണ് എന്ന്. അപ്പോൾ കവികളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേണൽ ബ്രൗണ്. അപ്പോൾ കവിത എഴുതുന്നു എന്നതിൻ്റെ പേരിൽ കേണൽ ബ്രൗൺ അദ്ദേഹത്തെ ആദരപൂർവ്വം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട്, മിർസ ഗാലിബിൻ്റെ വീട്ടിലെത്തിക്കാനായിട്ട് ഭടന്മാരോട് ആജ്ഞാപിച്ചു. തുടർന്ന് അയൽവാസികളും കവിത എഴുതുന്നവരാണ് എന്ന് മിർസ ഗാലിബ് പറഞ്ഞപ്പോൾ അവരെയും കൂടി മോചിപ്പിച്ചു. ഇത്രയും ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഹം ഗലി വാലോനെ തോ കിസി തരഹ് അപ്നെ പ്രാൺ ബച്ചാ ദിയെ മഗർ മേ ഉൻ ഹസാരോ അഭാഗെ ദില്ലി വാലോം കെ ബാരെ മേ ക്യാ കഹൂം. ഗാലിബ് പറയണയാണ്, തെരുവിലുള്ള ഞങ്ങൾ ഏതെങ്കിലും പ്രകാരത്തിൽ കവിത എഴുതുന്നു എന്നങ്ങ് പറഞ്ഞെങ്കിലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. എന്നാലോ ആ ഭാഗ്യഹീനരായ അഭാഗേ ദില്ലി വാലെ, അഭാഗ്യ എന്ന് വെച്ചാൽ എന്താ, ഭാഗ്യമില്ലാത്ത ഭാഗ്യഹീനരായ ഡൽഹി നിവാസികൾ, അവരെക്കുറിച്ച് എന്തു പറയാനാണ്. ക്യാ കഹൂ ജോ ഹവാലാത്ത് അവർ കൈദ് ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ ഥേ. അവരെ കൊണ്ടുപോയിട്ട് തടവിലും അതുപോലെ ജയിലിലുമായി അവരെ അടച്ചു. തടവറയിലും ജയിലിലും അവരെ അടച്ചു. ജയിൽ ഷഹർ സേ ബാഹർ ഥി. ജയിൽ എന്ന് പറയുന്നത് പട്ടണത്തിന് വെളിയിലും, ഹവാലാത്ത് ദിൽഹിക്ക് ഭീത്തർ, തടവറ ഡൽഹിക്ക് ഉള്ളിലും ആയിരുന്നു. ഇൻ ദോനോ ഹി ജഗഹോ മേ, ഈ 2 സ്ഥലങ്ങളിലും ബേഷുമാർ ബേഗുനാഹോं को ठूस ठूस कर भर दिया गया था. ഈ 2 സ്ഥലങ്ങളിലും, തടവിലിട്ടിരിക്കുന്നിടത്തും അതുപോലെ തന്നെ ജയിലിലും ആളുകളെ, ബേഷുമാർ എന്ന് വെച്ചാൽ എന്താണ്, അസംഖ്യം എണ്ണമറ്റ ആളുകളെ, ബേഗുനാഹോം, ബേഗുനാഹ് എന്ന് വെച്ചാൽ നിരപരാധികൾ, യാതൊരു കുറ്റവും ചെയ്യാത്ത ആളുകൾ, കോ ഠൂസ് ഠൂസ് കർ എന്ന് വെച്ചാൽ കുത്തി നിറച്ചു, ഭർ ദിയാ ഗയാ ഥ, അവരെ അവിടെ കുത്തി നിറച്ചു. ഇസ് കദർ ഭർ ദിയാ ഗയാ ഥ കി ലഗ്താ ഥ ആദ്മി കെ ഭീതർ ആദ്മി സമായാ ജാ രഹേ ഹോ. അതായത് അവർ ഈ ആളുകളെയൊക്കെ അതിനകത്തേക്ക് കുത്തി നിറയ്ക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരാളുടെ ഉള്ളിൽ വേറൊരാളെ കുത്തിക്കയറ്റിയ പോലെയാണ്, ഒരാളുടെ ഉള്ളിൽ വേറൊരാളെ എടുത്തു വെച്ച പോലെ. ആ അവസ്ഥയിലാണ് അവർ ആളുകളെ തടവറയിലും ജയിലിലുമായി കുത്തി നിറച്ചത്. സാസ് ലേനെ മേ ബി ദിക്കത്ത് ഹോ രഹി ഥി. ഇത്രയും ആളുകൾ ഒരൊറ്റ മുറിയിൽ അല്ലെങ്കിൽ ഒരു തടവറയിൽ കഴിയുമ്പോൾ ആളുകൾക്ക് ശ്വാസം വിടാൻ പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. इन दोनों ही कैद खानों के बंदियों को बाद में फांसी दे दी गई. ഈ 2 തടവറയിലുള്ള ആളുകളെയും ജയിലിലുള്ള ആളുകളെയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരെ തൂക്കിക്കൊന്നു. നഹി മാലും കിത്തനെ ലാഖ് ലോക് മാരെ ഡാലേ ഗയേ. എത്ര ലക്ഷം ആളുകളെയാണ് ഇങ്ങനെ വധിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല. എത്ര പേരെ വധിച്ചു എന്ന് അതിൻ്റെ കണക്കൊന്നും ഇല്ല.
दिल्ली में अब कुछ ही हजार लोग बचे होंगे. ആ ഈ പകുതിയിലധികവും മുക്കാൽ ഭാഗം ആളുകളെയും കൊന്നു കഴിഞ്ഞു. ഇതുപോലെ കുറച്ച് പേര് ഓടി അവിടെ നിന്ന് പലായനം ചെയ്തു, രക്ഷപ്പെട്ടു. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മാത്രമേ ഡൽഹിയിൽ അവശേഷിച്ചിട്ടുള്ളൂ. ബാക്കി സബ് അംഗ്രേസോ കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയേ. ബാക്കിയുള്ളവർ ബ്രിട്ടീഷുകാരുടെ ദേഷ്യത്തിന്, കോപത്തിന് ഇരയായി. ബച്ചേ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗയെ. രക്ഷപ്പെട്ടവരാരാണ്? ഡൽഹിയിൽ നിന്ന് ഒളിച്ചോടി പോകാൻ പറ്റിയവർ, ഓടിപ്പോയവർ ഭാഗ്യവാന്മാർ, അവർ രക്ഷപ്പെട്ടു. ദില്ലിയിൽ താമസിച്ചവരെയൊക്കെ ഇവർ തൂക്കിക്കൊന്നു. വേ ലോഗ് ഖുഷ് കിസ്മത് ഥേ വർണ ഉനേ ബി ഫാൻസി ദേ ദി ജാത്തി. അവരെ പലായനം ചെയ്തുകൊണ്ടേ അവർ ഖുഷ് കിസ്മത്ത് എന്ന് വെച്ചാൽ എന്താ, ഭാഗ്യമുള്ളവരാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവരെയും കൂടി തൂക്കി കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹനാ ഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ. അതായത് ഡൽഹിയിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നത് കണ്ടാൽ ഡൽഹിയിൽ താമസിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ അപരാധം ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മേരി പഹ്ചാൻ കാ ഏക് ബിഷ്തി ഥാ. ബിഷ്തി എന്ന് വെച്ചാൽ വെള്ളം കൊണ്ടുവരുന്ന ആൾ, വെള്ളം ചുമക്കുന്ന ആൾ, അയാളെയാണ് ബിഷ്തി എന്ന് പറയുന്നത്. ബിഷ്തി ഥാ ചിരാഗലി. ഉസ്കാ നാം ഥാ ചിരാഗലി. ബേഹദ് സീത ആദ്മി. വളരെ തികച്ചും നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. റോസ് സുബഹ് ഷാം നഹർ കാ പാനി അപ്നി മശക് മേം ഭർത്ത. അതായത് അദ്ദേഹം എന്തു ചെയ്യുന്നു? റോസ് സുബഹ് ഷാം, എന്നും രാവിലെയും വൈകിട്ടും, നഹർ കാ പാനി കനാലിലെ വെള്ളം, തോട്ടിലെ വെള്ളം അദ്ദേഹം തൻ്റെ തുകൽ സഞ്ചിയിൽ നിറയ്ക്കും. और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. ഈശ്വരഭക്തനായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ ഗുണഗാനങ്ങൾ, അള്ളാഹുവിനെ പുകഴ്ത്തി പാടും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി, വഴിയിലെല്ലാം അദ്ദേഹം നനയ്ക്കും. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता. കഴിക്കാനായിട്ട് എന്തെങ്കിലും വലിയ മാർദ്ദവമില്ലാത്തതും വരണ്ടതുമായ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് അദ്ദേഹം കഴിക്കും. ഗലേക്കെ നീച്ച എന്ന് വെച്ചാൽ എന്താ? അതായത് ഭക്ഷണം കഴിക്കുമെന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത്. ഉത്താർ അപ്നേമേ മഗ്നരത്ത. അദ്ദേഹം വീണ്ടും സ്വന്തം കാര്യത്തിൽ മുഴുകും. ഏക് റോസ് ദില്ലി കെ ബഡേ ഹാക്കിം ഹഡ്സൺ സാഹബ് ജബ് സഡക് സെ അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ നിക്കൽ രഹേ തേ. ഒരു ദിവസം ഈ ചിരാഗലി ഇങ്ങനെ റോഡ് നനച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഡൽഹിയിലെ വലിയ ബ്രിട്ടീഷ് ഓഫീസറായ ഹഡ്സൺ അതുവഴി കുതിരപ്പുറത്ത് കടന്നു വന്നു. ചിരാഗലി സഡക് സീൻ ചരഹാ ഥാ. അപ്പോൾ ചിരാഗലി തൻ്റെ ജോലി തുടരുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹി കിയ. ജോലിയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കൂല, മനസ്സിരുത്തി ജോലി ചെയ്യുന്നവർ അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഈ ഹഡ്സൺ സാഹബിനെ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അപ്പോൾ കണ്ടാൽ ഉടനെ അവരെ വന്ദിക്കണം. ബ്രിട്ടീഷുകാരല്ലേ, അവർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ, അവരെ സല്യൂട്ട് ചെയ്യണം. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹി കിയ. വന്ദിച്ചില്ല. ഈശ്വർക്ക് ഗുണഗാൻ ഗാത്താരഹ. ദൈവ ഗാനങ്ങൾ അള്ളാഹുവിനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരുന്നു. ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ്സ ആയ. ഇത് കണ്ടപ്പോൾ എന്നെ കണ്ടിട്ട് ഇവൻ മൈൻഡ് ചെയ്തില്ല അല്ലേ, എന്നെ ഇയാൾ സല്യൂട്ട് ചെയ്തില്ല, വന്ദിച്ചില്ല അല്ലേ എന്നും പറഞ്ഞിട്ട് ഹഡ്സൺ സാഹബിന് എന്തു തോന്നി? വളരെയധികം ദേഷ്യം തോന്നി. കുപിതനായ അദ്ദേഹം എന്താണ് ചെയ്തത്? ഉനോനെ അപ്നി തൽവാർ സെ അഭാഗേ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല. തൻ്റെ വാളെടുത്ത് ഉടൻ തന്നെ തൻ്റെ വാളെടുത്തിട്ട് ഈ ഭാഗ്യദോഷിയായ ചിരാഗ് അലിയുടെ വയറ് കുത്തി കീറി. और उसकी लाश എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, മൃതശരീരത്തെ ദില്ലി ദർവാസെ പർ ടാങ് ദി. ഡൽഹി ദർവാസ, അതായത് ഡൽഹി ഗേറ്റിൽ കൊണ്ട് അദ്ദേഹം ഇയാളുടെ മൃതശരീരം തൂക്കി ഇട്ടു. इन्हीं हडसन साहब ने बादशाह बहादुर शाह सफ़र के दोनों बेटों शहजादा फसल और मिर्ज़ा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. ഇതേ ഹഡ്സൺ സാഹബ് ബഹാദൂർ ഷായുടെ മക്കളായ രണ്ട് മക്കളെയും, അതായത് ഫസലിനെയും മിർസ അബൂബക്കറിനെയും ഇതുപോലെ അവരെയും കൊന്നിട്ട് അവരുടെ മൃതശരീരവും ഇതുപോലെ ഡൽഹി ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു.
ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർണേ മേ ബഡാ മസാ ആതാ ഥാ. ഹഡ്സൺ സാഹിബിന് ഭാരതീയരെ കൊല്ലുന്നതിൽ വളരെ രസകരമായിരുന്നു എന്ന്. ഇന്ത്യക്കാരെ കൊല്ലാൻ അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ന്. മേരെ പടോസ് മേ എക് ഗരീബ് ഔരത് മെഹറൂന്നീസ രഹത്തി ഹേ. അദ്ദേഹം പറയുകയാണ്, മിർസ ഗാലിബ് പറയുകയാണ്, എൻ്റെ പടോസ്മേ എന്ന് പറഞ്ഞാലോ അയൽപ്പക്കത്ത്, എക് ഗരീബ് ഔരത്ത് ദരിദ്രയായ ഒരു സ്ത്രീ, മെഹറൂന്നീസ അവരുടെ പേരാണ് മെഹറൂന്നീസ, രഹത്തി ഹേ താമസിക്കുന്നുണ്ട്. ഉസ്കെ പതിക്ക് മൗത്ത് കോ 7 സാൽ ഹുയെ. ഭർത്താവ് മരിച്ചു, അവർക്ക് ഭർത്താവില്ല, 7 കൊല്ലമായി അവരുടെ ഭർത്താവ് മരിച്ചിട്ട്. അക്കേലി ഔരത്ത്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സ്ത്രീ. दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुसर बसर करती थी. മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് അടിച്ചു വാരിയിട്ടൊക്കെ എങ്ങനെയെങ്കിലും തനിക്ക് ജീവിക്കാനുള്ള ആ ഒരു വക കണ്ടെത്തിയിരുന്നു മെഹറൂന്നീസ. ലേക്കിൻ ജബ് ഘർ ഹി നഹീ രഹേ ബസ്തി की बस्तियां जला दी गई तो മെഹറൂന്നീസ काम न मिलने से भूखों मरने लगी. എന്നാലോ വീടുകളേ ഇല്ല. എന്താണ് വീടുകളേ ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം? നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വായിച്ചു അല്ലേ? ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ വന്ന ഉടനെ കുറേ ആളുകളെ, നിഷ്കളങ്കരായ ആളുകളെ കൊല്ലുകയും കുറേ പേരെ ഇവിടെ വീട് കത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വീടുകളെ അവശേഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ മെഹറൂന്നീസ എവിടെ പോയി ജോലി ചെയ്യും? വീടുണ്ടെങ്കിലല്ലേ വല്ല വീട്ടിലും പോയി അടിച്ചു വാരി എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുള്ളൂ. വീടുകളെ ഇല്ലാണ്ടായപ്പോൾ അവൾക്ക് ജോലി നഷ്ടപ്പെട്ടു, പട്ടിണി കിടന്ന് മരിക്കുമെന്നുള്ള അവസ്ഥ വന്നു. ആജ് ഉസ്കെ യഹാ മേനെ 10 റോട്ടിയാ പഹുഞ്ചായി. അതുകൊണ്ട് ഞാൻ ഇന്ന് അവളുടെ വീട്ടിൽ ഒരു 10 ചപ്പാത്തികൾ കൊടുത്തുവിട്ടു. ദൂസരി ജോ 10 റോട്ടിയാ ബച്ചി ഉസ്സെ മേരെ ദോനോ ബേട്ടോ അവർ നൗക്കരോ കാ കാം ചല. ബാക്കി ഒരു 10 എണ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് എൻ്റെ ആൺമക്കൾക്കും എൻ്റെ സേവകന്മാർക്കും കൊടുത്തു. മേരെ ഹിസ്സേ മേ 1.5 റോട്ടിയായി. പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1.5 ചപ്പാത്തിയാണ് എൻ്റെ ഭാഗത്ത്, എൻ്റെ ഷെയറായിട്ട് വന്നത്. ഫിർ ബി തസല്ലി ഥി. എന്നാലും ഒരു ആശ്വാസമുണ്ടായി എനിക്ക്. എന്താണ് തസല്ലി എന്ന് വെച്ചാൽ ആശ്വാസം. മേരി റോട്ടിയോം സേ മെഹറൂന്നീസ और उसकी 2 बेटियों की भूख तो बुझी. ഞാൻ കൊടുത്തയച്ച ചപ്പാത്തികൾ കൊണ്ട്, അതായത് ഞങ്ങൾക്ക് ഇത്തിരി കഴിക്കാൻ ഇത്തിരി കുറച്ച് കിട്ടിയെങ്കിലും ബാക്കി മെഹറൂന്നീസയ്ക്ക് 2 പെൺകുട്ടികളുണ്ട്. അക്കേലി ഔരത്ത് എന്ന് പറഞ്ഞത് ഭർത്താവില്ലാത്ത സ്ത്രീ ആയതുകൊണ്ടാണ്. 2 പെൺകുട്ടികളുണ്ട്, അവരുടെയും വിശപ്പടക്കാനായിട്ട് സാധിച്ചു. ആ ഒരു ആശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. മേരാക്യ, എൻ്റെ കാര്യം എന്തു പറയാനാണ്? മേരി തോ ഭൂക്ക രഹനേക്ക് ആദത് ഹി ഹോ ഗയി ഹേ. എനിക്ക് പട്ടിണി കിടന്ന് നല്ല ശീലമായി. മേരാ പടോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹേ. പിന്നീട് അദ്ദേഹം പറയുന്നത് വേറൊരു അയൽവാസിയെക്കുറിച്ചാണ്. ഹീരാ സിംഗ്, അയൽവാസിയുടെ പേരാണ് ഹീരാ സിംഗ്, യുവാവായ ഹീരാ സിംഗ്. വഹ് മുജേ ഹിമ്മത്ത് ബന്ധാത്താ ഹേ. ഹിമ്മത്ത് ബന്ധാന എന്ന് വെച്ചാൽ എന്താ? ധൈര്യം നഷ്ടപ്പെടുന്ന അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന് എന്തു ചെയ്യും എന്ന് കരുതി ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിലൊക്കെ എനിക്ക് ധൈര്യം പകർന്നു തന്നിരുന്നു. അതായത് മിർസ ഗാലിബിന് ധൈര്യം പകർന്നു നൽകിയ വ്യക്തിയാണ് ഹീരാ സിംഗ്. ഇസ് ആദേ വീരാൻ और ആദേ ആബാദ് ഷഹർ മേ ശിവജി റാം ബി തോ ഹേ. അതായത് ആദേ വീരാൻ, വീരാൻ വിജനം, और ആദേ ആബാദ്, ആബാദ് എന്ന് വെച്ചാൽ എന്താ? ജനങ്ങൾ താമസിക്കുന്നിടത്ത്. ഈ പട്ടണത്തിൽ ശിവജി റാം എന്ന് പറയുന്ന വേറൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? ജോ മുജ്സെ കഹത്തെ ഹേ കി മുസീബത്ത് കെ യേ ദിൻ കബീ ന കബീ തോ ഖത്തം ഹോങ്കേ. അപ്പോൾ ഈ ശിവജി റാം മിർസ ഗാലിബിനെ പറഞ്ഞ് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? അതായത് കഷ്ടപ്പാടിൻ്റെ ഈ ദിനങ്ങൾ എന്നും ഉണ്ടാകില്ല, ഇത് കടന്നു പോകും, നാളെ നല്ല ദിവസങ്ങൾ വന്നു ചേരുമെന്ന് പറഞ്ഞ് ശിവജി റാമും ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമായിരുന്നു. ഉൻകാ ലഡ്ക ബാലമുകുന്ദ് മുജെ അപ്നെ പിതാക്കി തരഹ് ചാഹത്താ ഹേ. അപ്പോൾ ശിവജി റാമിൻ്റെ മകനാണ് ബാലമുകുന്ദ്. ബാലമുകുന്ദൻ മിർസ ഗാലിബിനെ സ്വന്തം അച്ഛനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. जब मैं बीमार पड़ा बालमुकुंद अंग्रेज सिपाहियों की नजरों से. മിർസ ഗാലിബിന് ഒരിക്കൽ അസുഖമായി കിടന്നപ്പോൾ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ച്
ബച്ചത്തെ ബച്ചാത്തെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം ഈ ബാലമുകുന്ദൻ എന്തു ചെയ്തു? ഏക് ഹക്കീം കോ മേരെ ഘർ പാസ് ലേ ആയ, ഒരു വൈദ്യൻ, ഹക്കീം എന്ന് വെച്ചാൽ വൈദ്യനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹക്കീം കി ദവാസേ മേരി ജാൻ ബച്ചി, വൈദ്യൻ വന്നു, മരുന്ന് കുറിച്ച് നൽകി. ആ മരുന്ന് കഴിച്ചപ്പോൾ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. മുझे ജിന്ദഗി ബാലമുകുന്ദ കി മദദ് സേ ഹി വാപ്പസ് മിലി, ബാലമുകുന്ദൻ കാരണമാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. കാരണം എന്താണ്? ബാലമുകുന്ദൻ ബ്രിട്ടീഷുകാരുടെ കണ്ണ് വെട്ടിച്ച് വൈദ്യനെ കൊണ്ടുവരികയും ചികിത്സിപ്പിക്കുകയും മരുന്ന് കഴിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. ദൂർ കെ ദോസ്തോമേ, ഇനി വേറൊരു കൂട്ടുകാരനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. മേറട്ട് കെ ഹരിഗോപാൽ തുപ്താ ഹേ, ഇനി അയൽവക്കക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ദൂരെയുള്ള കൂട്ടുകാരുടെ കൂട്ടത്തിൽ മേറട്ടിലെ ഹരിഗോപാൽ തുപ്ത എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. വേ ഷായരി കർത്തേ ഹെ, അദ്ദേഹം കവിത എഴുതുന്ന വ്യക്തിയാണ്. ഉനോനെ മുझे अपने घर മേറട്ട് സേ നഖദ് റുപ്യ ഭേജാ ഹേ, അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് മിർസാ ഗാലിബിൻ്റെ വീട്ടിലേക്ക് റെഡി ക്യാഷ്, രൊക്കം പണം അയച്ചു. ഗേഹൂ കി കുച്ച് ബോരിയാം ബി തുഫ്താ കെ ആദ്മി മേരെ ഘർ രഖ് ഗയേ ഹേ, ഗോതമ്പിൻ്റെ ഏതാനും ചാക്കുകളും കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ എത്തിച്ചിട്ട് അയാളുടെ ആളുകൾ പോയി. ഉൻഹോനെ കഹ്ലാ ഭേജാ ഹേ, പിന്നെ അദ്ദേഹം എന്താണ് പറഞ്ഞു വിട്ടത്? കി മേ ഫിക്രിനൊരു, താങ്കൾ ചിന്തിക്കേണ്ട, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എല്ലാ വിധത്തിലും ഞാൻ സഹായിക്കാം. വേ മേരി മദദ് ഹർ കിസ്മ സേ കർത്തേ രഹേംഗേ, അദ്ദേഹം എന്നെ ഏതെല്ലാം പ്രകാരത്തിൽ സഹായിക്കാമോ ആ പ്രകാരത്തിലൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു വിട്ടു. ഹർ കിസ്മ എന്ന് വെച്ചാൽ എല്ലാ വിധത്തിലും. യേ ബാത്തേൻ ജിൻകാ ലിഖ്ന സരൂരി നഹി താ, അതായത് ഈ കാര്യങ്ങളൊന്നും ഈ ഡയറിയിൽ എഴുതേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. സിർഫ് ഇസ്ലിയേ ലിഖി കി ഇൻ ലോഗോं की ദരിയാദലി और हमदर्दी का शुक्रिया अदा हो जाए, അതായത് ഇവർ ചെയ്ത പ്രത്യുപകാരങ്ങൾക്ക് ദരിയാദലി എന്ന് വെച്ചാൽ എന്താ? കാരുണ്യം. ഹംദർദി എന്ന് വെച്ചാൽ എന്താ? സഹതാപവും കാരുണ്യവും ഉള്ളതുകൊണ്ടാണല്ലോ അവർ സഹായിച്ചത്. അപ്പോൾ അവരോട് നന്ദി പറയേണ്ടത് ഒരാവശ്യമല്ലേ? ആ നന്ദി ഇങ്ങനെ രേഖപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. രാത് കോ ചിരാഗ് നഹി ജൽത്തെ, ഇനി വീടുകളിലെ അവസ്ഥ പറയുകയാണെങ്കിൽ രാത് കോ ചിരാഗ് നഹി ജൽത്തെ, രാത്രിയിൽ വീട്ടിൽ വിളക്ക് കത്താറില്ല. ദിൻമേ ചുൽഹേ നഹി സുലക്തെ, പകല് അടുപ്പും കത്താറില്ല, അടുപ്പെരിയാറും ഇല്ല. ജബ് അനാജ് ഹി നഹി തോ ചൂൽഹേ കഹാ സേ ജലേ, വീട്ടിൽ ധാന്യം തന്നെ ഇല്ല, ധാന്യം ഉണ്ടെങ്കിലല്ലേ അടുപ്പ് കത്തിച്ചിട്ട് എന്തെങ്കിലും അടുപ്പത്തിടുള്ളൂ, ഒന്നുമില്ല. പിന്നെ വിളക്കിലൊഴിക്കാൻ എണ്ണയുമില്ല, അതുകൊണ്ട് രാത്രിയിൽ വിളക്കും കത്തൂല, പകല് അടുപ്പും എരിയില്ല. മക്കാനോ കെ മാലിക് മാർ ഡാലേ ഗയേ ഹേ, എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത്? ഈ നിഷ്കളങ്കരായ കുറേ പേരെ ഇവർ കൊന്നില്ലേ? അപ്പോൾ വീടുകളിലെ ഉടമസ്ഥന്മാർ, അതായത് ആണുങ്ങൾ, കുടുംബത്തിലെ ആണുങ്ങളെല്ലാം കൊല്ലപ്പെട്ടു. വേ ഹോത്തേത്തോ ഗരോമേ ഗല്ല പാനിയാത്ത, അവരുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ ഗല്ല പാനി, അതായത് ധാന്യവും വെള്ളവുമൊക്കെ, അതായത് ഭക്ഷണം എത്തുമായിരുന്നു. ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോൻ ദോസ്ത് ഹേ, ഗാലിബിനാണെങ്കിലോ ഈ പട്ടണത്തിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. ഇസ് തൻഹായി और अकेलापन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रहा गया है, അദ്ദേഹം ഈ ഏകാന്തതയിൽ തൻ്റെ പേന, അതായത് കവിത എഴുതിയിട്ട പേനയുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കി വന്നത്. ഉസ്കെ സാരേ ദോസ്ത് ഏക് കർക്കെ മാർ ഡാലേ ഗയേ, ഗാലിബിനെയും കൊണ്ടുപോയതാണല്ലോ, കവിത എഴുതുന്നു എന്നതിൻ്റെ പേരിൽ തിരിച്ചയച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു കൂട്ടുകാരെല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ഈ ബ്രിട്ടീഷുകാർ കൊന്നു. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹേ, എൻ്റെ ആത്മാവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വികാരം ദുഃഖം മാത്രമാണ്. മേ അപ്നാ ബിസ്തർ और കപ്പടെ ബേച്ച് കർ ജിന്ദഗി ഗുസാർ രഹാ ഹോ, ഞാൻ എൻ്റെ കിടക്കയും വസ്ത്രങ്ങളും വിറ്റ് എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. ദൂസരേ ലോഗ് ജിസ് തരഹ് സേ റോട്ടിയാ ഖാത്തേ ഹേ മേ കപ്പട ഖാ രഹാ ഹോ, ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ ചപ്പാത്തി എപ്രകാരമാണോ കഴിക്കുന്നത്, ഞാൻ വസ്ത്രങ്ങളാണ് കഴിക്കുന്നത്, എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ വിറ്റിട്ടാണ് ജീവിക്കുന്നത്. ഡർത്താ ഹൂ കി ജബ് സബ് കപ്പടെ ഖാ ലൂങ്ക, എല്ലാ വസ്ത്രങ്ങളും തിന്നു കഴിഞ്ഞാൽ
എല്ലാ വസ്ത്രങ്ങളും തിന്നു കഴിയുമ്പോൾ തോ നങ്കാഹി ഭൂക്ക മർജാവുക, അപ്പോൾ വസ്ത്രങ്ങളെല്ലാം തിന്നു കഴിയുമ്പോൾ നഗ്നനായി വിശന്ന് മരിക്കേണ്ടി വരുമോ എന്നാണ് ഇദ്ദേഹം ഭയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ സാരം. കൂട്ടുകാർക്ക് പാഠഭാഗം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുൻപേ ഉള്ള വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.